ലൈംഗിക ആരോപണ കേസിൽ പ്രതിയായ റാപ്പർ വേടൻ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. ചോദ്യം ചെയ്യലിനു വേണ്ടിയാണ് വേടൻ ഹാജരായിട്ടുള്ളത്. അന്വേഷണത്തോട് സഹകരിക്കുമെന്ന് വേടൻ പ്രതികരിച്ചു. ഡാനി പോളാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാനി, നേരത്തെ തന്നെ കോടതിയെ സമീപിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ഉണ്ടായാലും ജാമ്യം നൽകണമെന്ന നിർദ്ദേശവും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. കോടതിയിൽ ഉന്നയിച്ച അതേ വാദങ്ങൾ തന്നെയായിരിക്കില്ലേ ഒരു പക്ഷേ അന്വേഷണ സംഘത്തിന് മുന്നിലും വേടൻ പറയാൻ പോകുന്നത്? സ്വാഭാവികമായും അഭിലാഷ് അത് തന്നെ ആയിരിക്കും വേടൻ മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം നേരത്തെ തന്നെയും കോടതിയിൽ വേടൻ വ്യക്തമാക്കിയിരുന്നത് ഇത് തന്നെ അപകീർത്തിപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ഇവരുമായി പരിചയമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉന്നയിക്കുന്ന വാദങ്ങൾ ബാലിശമായ കാര്യങ്ങളാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് തന്നെ അപകീർത്തിപ്പെടുത്തുക, പണം തട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ കേസുമായി ഇവർ മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് വേടൻ കോടതിയിൽ ഉന്നയിച്ചിരുന്നത്. ഇത്തരം വാദങ്ങൾ പരിശോധിച്ചുകൊണ്ട് കോടതിയും ജാമ്യം അനുവദിക്കുകയായിരുന്നു. കാരണം ഒരു കോടതി പറഞ്ഞ ഒരു ശ്രദ്ധേയമായ ഒരു പരാമർശം, ചില ബന്ധങ്ങൾ അത് ഇടയ്ക്ക് വെച്ച് മുറിയുമ്പോൾ, ചില ബ്രേക്കപ്പുകൾ ഉണ്ടാകുമ്പോൾ പിന്നീട് അത് ആളുകളെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകാം. എല്ലാ ബന്ധങ്ങളും ഒരേപോലെ തന്നെ കാണാൻ സാധിക്കുകയില്ല എന്നതടക്കമുള്ള പരാമർശങ്ങൾ കോടതി നടത്തുകയും ചെയ്തു. ഇതിനുശേഷമാണ് കോടതി വേടന് ഉപാധികളോടെ, കർശനമായ ഉപാധികളോടെ തന്നെയാണ് വേടന് ജാമ്യം അനുവദിക്കുകയും ഈ ദിവസം സെപ്റ്റംബർ 9-ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ ഹാജരാകണമെന്ന് നിർദ്ദേശിക്കുകയും എല്ലാം തന്നെ ചെയ്തത്. അതോടൊപ്പം തന്നെയാണ് ഈ ജാമ്യാപേക്ഷയിൽ സമർപ്പിക്കുമ്പോൾ തന്നെ ഇതിൽ വ്യക്തമാക്കി തന്നെ അപകീർത്തിപ്പെടുത്തുക, ഒരു കൂട്ടം പേരുടെ ഇതിൽ ഇരയായിക്കൊണ്ടാണ് ഈ പെൺകുട്ടി ഈ ആക്ഷേപവുമായി മുന്നോട്ട് വന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് വേടൻ പറഞ്ഞിരുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് എന്താണ് തെളിവായിട്ട് പറയുവാനുള്ളത്? ഈ കാര്യങ്ങളിൽ എന്ത് ബോധിപ്പിക്കാനുണ്ട് അന്വേഷണ സംഘത്തിന്? കാരണം ഇവർ കുറേയധികം ഡിജിറ്റൽ തെളിവുകളും അടക്കമുള്ള കാര്യങ്ങൾ അന്ന് കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ ഹാജരാക്കിയിരുന്നു. പെൺകുട്ടിയുടെ ഭാഗത്തും അതോടൊപ്പം തന്നെ വേടന്റെ ഭാഗത്തും ചില കാര്യങ്ങൾ ഹാജരാക്കിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ ജോലിക്ക് പോകാൻ കഴിയാത്തൊരു മാനസികാവസ്ഥയിലേക്ക് അടക്കം താൻ എത്തപ്പെട്ടു, ഒരുപാട് മാനസിക സംഘർഷങ്ങൾ താൻ ഇതുമൂലം അനുഭവിക്കേണ്ടി വന്നു എന്നതടക്കമുള്ള വാദങ്ങളിൽ പെൺകുട്ടിയുടെ ഭാഗത്ത്, യുവതിയായ ഡോക്ടറുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതിന് ഇവർ ജോലിക്ക് പോയിരുന്നുവെന്നും ഈ കാലയളവിൽ അവർക്ക് മറ്റൊന്നും മാനസിക വിഷയങ്ങളുള്ളതായിട്ട് തനിക്ക് അറിയില്ല എന്നും അതിനെ അയച്ച സന്ദേശങ്ങളടക്കം, മൊബൈൽ സന്ദേശങ്ങളടക്കമുള്ള ബോധിപ്പിക്കുകയും എല്ലാം തന്നെ ചെയ്തു. അപ്പോൾ ഇത്തരം കാര്യങ്ങളുടെ ഒരു വിശദമായ ഒരു പരിശോധന, ഈ കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് തെളിവായി എന്ത് സമർപ്പിക്കാൻ കഴിയും, ഈ പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ള വാസ്തവമുണ്ടോ, പണമിടപാട് സംഭവിച്ച കാര്യങ്ങളിൽ എന്താണ് നടന്നിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ ചോദിച്ചറിയാം. പോലീസിന് ഇന്ന് ഈ കാര്യങ്ങൾ മുഴുവനായിട്ട് തന്നെ ഇന്ന് അന്വേഷണ സംഘത്തിന് മുൻപാകെ റാപ്പർ വേടനുണ്ട്. ഇതിൽ അറസ്റ്റ് രേഖപ്പെടുത്തുകയാണെങ്കിൽ അതിൽ ജാമ്യം അടക്കമുള്ള കാര്യങ്ങൾ, അങ്ങനെയെങ്കിൽ ജാമ്യം അനുവദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തി വിടുക എന്ന ഒരു കാര്യം കൂടിയാണ് ഇനി ഉള്ളത്. അറസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ എന്തായാലും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതില്ല എന്നതാണ്, ഈ സമയത്ത് ഇല്ല എന്നതാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഒപ്പം മറ്റ് 2 പരാതികൾ കൂടി വേടനെതിരെ ഉയർന്നിട്ടുണ്ടായിരുന്നു. നേരത്തെ മുഖ്യമന്ത്രിക്ക് അടക്കം നൽകിയ പരാതിയിലാണ്. പക്ഷേ അത്തരം കാര്യങ്ങളിൽ പിന്നീട് ഒരു മെല്ലെപ്പോക്കാണ് ഉണ്ടായിരുന്നത്. അതിൽ പോലീസ് ആക്ഷേപം നേരിടുന്നുണ്ട്. ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 2 കേസുകളും സെൻട്രൽ പോലീസിലാണ്. ഇത് തൃക്കാക്കര സ്റ്റേഷനിലാണ്. അതുകൊണ്ടാണ് ഈ യുവതിയുടെ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിന് ചോദ്യം ചെയ്യലിന് വേണ്ടി ഇപ്പോൾ റാപ്പർ വേടൻ ഇവിടെ പോലീസ് സ്റ്റേഷനിലെ തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിൽ എത്തിയിരിക്കുന്നത്. റാപ്പർ വേടൻ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായിരിക്കുകയാണ്. അന്വേഷണത്തോട് സഹകരിക്കുമെന്നാണ് വേടൻ പറഞ്ഞത്. അതേസമയം ഇത്തരം ആരോപണങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം വേടൻ ഒരു പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു. അത് ഒരുപാട് ആളുകൾ വിചാരിക്കുന്നത് വേടൻ എവിടെയോ പോയി എന്നാണ്. എന്നാൽ ഒരു കലാകാരൻ ഒരിക്കലും എവിടെയും പോകില്ല, ജനങ്ങൾക്ക് മുന്നിൽ ജീവിച്ചു മരിക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നത് എന്നതായിരുന്നു വേടൻ്റെ ആ പ്രതികരണം. പത്തനംതിട്ട കോന്നിയിൽ നടന്ന കരിയാട്ടം എന്ന പരിപാടിയിൽ ആയിരുന്നു വേടൻ ഇങ്ങനെ പ്രതികരിച്ചത്.